പൈസീസ് ജൂലൈ മാസം നിങ്ങൾക്ക് വേണ്ടിയിട്ട് വലിയ ചേഞ്ചസ് കൊണ്ടുവരണ മാസമാണ്. ഇത് നിങ്ങളുടെ കരിയറിലാവാം, റിലേഷൻഷിപ്പിലാവാം, ഏതും വേണച്ച ഏരിയയിലാവാം. പക്ഷേ ഈ മാസം മറ്റേ മാസങ്ങളുടെ മാതിരി ഒരു നോർമൽ മന്ത് അല്ല. ഇത് ഡെഫിനറ്റ്ലി ഒരു ലൈഫ് ചേഞ്ചിങ് മന്താണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട്. അപ്പോൾ എന്താണ് ഇവിടെ നിങ്ങളുടെ ലൈഫിൽ വരാൻ പോണത്, എന്താണ് ഗൈഡൻസ് നിങ്ങൾക്ക് ഇവിടെ കിട്ടുന്നത്, നമ്മൾക്ക് നിങ്ങളുടെ റീഡിങ്ങിൽ കാണാം. ഇപ്പോൾ പൈസീസ് എന്താണ് നിങ്ങളുടെ ജൂലൈ മാസത്തിൻ്റെ മെസ്സേജസ് നമ്മൾക്ക് നോക്കാം. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, അതുകൊണ്ട് എല്ലാവർക്കും എല്ലാ മെസ്സേജസ് ചിലപ്പോൾ റെസൊനേറ്റ് ആവില്ല. റെസൊനേറ്റ് ആവണത് എടുക്കുക, റെസൊനേറ്റ് ആവാത്തത് ലെറ്റ് ഗോ ചെയ്യുക. ഇത് പൈസീസ് സൺ സൈൻ, മൂൺ സൈൻ, അസെൻഡൻറ്റ്, നക്ഷത്രം എല്ലാവർക്കും വേണ്ടിയിട്ട് റീഡിംഗ് ആണ്. നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല വെച്ചാൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക വീഡിയോസിനെ, കമൻറ്റ് ചെയ്യുക വീഡിയോസിൽ. അതല്ലാണ്ട് പേഴ്സണലായിട്ട് റീഡിംഗ് നിങ്ങൾക്ക് ബുക്ക് ചെയ്യണം വെച്ചാൽ നിങ്ങൾക്ക് എന്നെ വാട്സാപ്പിൽ മെസ്സേജ് അയക്കാം. പേഴ്സണൽ റീഡിങ്സ് പെയ്ഡ് റീഡിങ്സ് ആണ്. അപ്പോൾ വാട്സാപ്പിൽ മെസ്സേജ് അയക്കുമ്പോൾ ഞാൻ പേയ്മെൻറ്റ് ഡീറ്റെയിൽസും അയച്ചു തരും. അപ്പോൾ പൈസീസ് ഞാൻ കാണുന്നത് ഇവിടെ എന്തോ ഒരു ഭാരം നിങ്ങൾ ഫൈനലി നിങ്ങളുടെ ലൈഫിൽ നിന്ന് മാറി പോവാണ്. ഓക്കെ, നിങ്ങളുടെ ലൈഫിൽ കുറേ റെസ്പോൺസിബിലിറ്റീസും കുറേ പാസ്റ്റിൻ്റെ ഇഷ്യൂസ്, ബ്ലോക്സ്, അതൊക്കെ ഞാൻ കാണുന്നത് ജൂലൈ മാസത്തിൽ എവിടെയോ അത് തീരാൻ പോണു. ഓക്കെ, എന്താ വെച്ചാൽ നിങ്ങൾ ഓൾമോസ്റ്റ് ഇപ്പോൾ ഒരു ചീത്ത സമയത്തിൻ്റെ എൻഡ് ആവാറായി നിങ്ങളുടെ ലൈഫിൽ. ഓക്കെ, അപ്പോൾ എന്തോ നിങ്ങൾ ലെറ്റ് ഗോ ചെയ്യണോ. കുറേ ചാലഞ്ചസ് ഉണ്ടായിരുന്നു നിങ്ങൾക്ക്, ആൻഡ് ഈ മാസവും ചാലഞ്ചസ് ഉണ്ട്. പക്ഷെ എവിടെയോ നിങ്ങളിപ്പോൾ സറണ്ടർ ചെയ്യാൻ റെഡിയാണ്. എന്തോ ഒരു സിറ്റുവേഷന് നിങ്ങൾ ഒരു തീരുമാനം എടുത്തിട്ട് അതിന്ന് മാറി നിൽക്കാൻ റെഡിയാണ്. ഒരു സിറ്റുവേഷനിൽ നിങ്ങൾ ഒട്ടും ഹാപ്പി അല്ല, ഇമോഷണലി നിങ്ങൾ ആ സിറ്റുവേഷൻ ഓൾറെഡി ആ ഒരു എൻഡിങ് ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഇപ്പോൾ ജൂലൈയിൽ എവിടെയോ നിങ്ങൾ ഫിസിക്കലിയും ഒരു സിറ്റുവേഷനിൽ മാറി നിൽക്കുകയാണ്. എന്താ വെച്ചാൽ പാസ്റ്റിലും ഞാൻ കാണുന്നത് ഹാർട്ട് ബ്രേക്കാണ്, ഒരു ഡിസപ്പോയിൻമെൻറ്റ്, ഒരു ബ്രേക്കപ്പ് എനർജി. ചിലവർക്ക് ഇത് നിങ്ങളുടെ മാരേജിലായിരുന്നു, ഇല്ല ഒരു ഫാമിലി ഇഷ്യൂ ആയിരുന്നു. കുറേ ഒരു ലാക്ക് ഓഫ് ഇൻട്രസ്റ്റ് മാതിരി ഒരു എനർജി പാസ്റ്റിലും കാണുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് ഒട്ടും ഇതിൽ ഒരു ഹോപ്പ് ഇല്ലാത്ത സിറ്റുവേഷൻ മാതിരി തോന്നിയിട്ടുണ്ടായിരുന്നു. ആൻഡ് പാസ്റ്റിൽ നിങ്ങൾ സ്ട്രഗിൾ ചെയ്യായിരുന്നു, ഈ സിറ്റുവേഷനിൽ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരുന്നു. പക്ഷേ ഈ മാസം നിങ്ങൾ ഫൈനലി ഈ സിറ്റുവേഷനിൽ ഇപ്പോൾ എനിക്ക് കണ്ടിന്യൂ ചെയ്യാൻ പറ്റില്ല എന്നൊരു നിങ്ങൾക്ക് അതൊരു ഫീലിംഗ് വരാൻ തുടങ്ങും. ലൈക്ക് നിങ്ങൾക്ക് ഓൾറെഡി ആ ഫീലിംഗ് ഉണ്ടായിരുന്നു, പക്ഷേ ഇപ്പോൾ നിങ്ങൾ ആക്ഷൻ എടുക്കാൻ റെഡിയാവും. ഞാൻ കാണുന്നത് ഫ്യൂച്ചറിൽ നിങ്ങളുടെ ലൈഫിൽ എന്തോ ഒരു പുതിയ തുടക്കമാണ്. അതുകൊണ്ട് ഈ മാസം എവിടെയോ ഞാൻ കാണുന്നത് നിങ്ങൾ എന്തോ ലെറ്റ് ഗോ ചെയ്യാണ്. നിങ്ങളുടെ ലൈഫിലൊരു പുതിയ പേഴ്സൺ ആയിരിക്കും വരുന്നുണ്ടാവുക. കുറേ ഒരു സ്റ്റേബിലിറ്റിയുടെ എനർജിയും ഉണ്ട്. അപ്പോൾ ഇതൊരു പുതിയ ജോലി ആവാം. ഇൻഫാക്റ്റ് ഒരു പേഴ്സൺ മാത്രമല്ല, കുറേ ഓപ്ഷൻസ് ഞാൻ കാണുന്നുണ്ട്. ബട്ട് നിങ്ങൾക്ക് സൂക്ഷിക്കണം. എന്താ വെച്ചാൽ ചിലവർ ആദ്യം ഒരു സീരിയസ് അല്ലാത്ത എനർജിയിലാണ്, ചിലവർ കുറേ സ്റ്റേബിൾ ആണ്. അപ്പോൾ ആരാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു റൈറ്റ് ഓപ്ഷന് നിങ്ങൾക്ക് ആ ഒരു തീരുമാനം എടുക്കാൻ പറ്റണം. ബട്ട് നല്ല ചേഞ്ചസ് വരാൻ പോകുന്നുണ്ട്, വലിയ ചേഞ്ചസ്. എന്തോ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവണു. നിങ്ങളുടെ ഏറ്റവും വലിയ ചാലഞ്ച് ഈ മാസം നിങ്ങളുടെ മദർ ആവാം, മദറുടെ കൂടെ റിലേഷൻഷിപ്പ് ആവാം. അതല്ല വെച്ചാൽ ഒരു വൈഫിൻ്റെ കൂടെ ഒരു പേഴ്സൺ, അവർ കുറേ ഒരു നേർച്ചറിങ് പേഴ്സൺ ആണ്, അവരുടെ കൂടെ എന്തോ ഒരു പ്രശ്നമുണ്ട്, ചില ഇഷ്യൂസ് ഉണ്ട്. ചിലവർക്ക് ഇത് ഒരു പ്രഗ്നൻസി റിലേറ്റഡ് പ്രോബ്ലം ആവാം, കുട്ടികളുടെ കാര്യത്തിൽ എന്തോ ഇഷ്യൂ ആവാം. അപ്പോൾ എന്തോ ഒരു ഡിഫിക്കൾട്ട് സമയമാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട്. നിങ്ങൾക്ക് പക്ഷേ അതുണ്ടായിട്ടും ഒരു ഹോപ്പ് ഉണ്ട് അതെല്ലാം ശരിയാവും എന്ന്. ഇവിടെ ഒരു തേർഡ് പാർട്ടി ഉണ്ടാവാനുള്ള ചാൻസസും ഉണ്ട്. ഞാൻ കാണുന്നത് നിങ്ങളുടെ അഡ്വൈസ് യൂണിവേഴ്സ് പറയണത് എന്താ വെച്ചാൽ
നിങ്ങളുടെ വിഷൊക്കെ ഫുൾഫിൽ ആവാൻ പോവാണ്. നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യണതൊക്കെ നിങ്ങളുടെ ലൈഫിൽ വരും. പക്ഷെ നിങ്ങൾ ഓവർ തിങ്ക് ചെയ്യാൻ പാടില്ല. നിങ്ങൾ കുറേ ഓവർ തിങ്ക് ചെയ്യണ ടൈപ്പ് ഓഫ് പേഴ്സൺ ആവാം. കുറേ ആങ്സൈറ്റി, കുറേ ഒരു റെസ്റ്റ്ലെസ്നെസ് മാതിരി ഒരു ഫീലിംഗ് ഉണ്ടാവും. അതൊക്കെ കുറച്ച് അവോയ്ഡ് ചെയ്യണം. നെഗറ്റീവ് എനർജീസ് ഉണ്ട് ഇവിടെ. അപ്പോൾ നിങ്ങളൊരു സിറ്റുവേഷനിൽ ഈ സമയത്ത് കുറേ ഒരു നെഗറ്റീവ് എനർജിയാണ് ഫീൽ ചെയ്യണത്. കുറേ വഴക്കുണ്ടാവണു, കുറേ പ്രശ്നങ്ങളുണ്ടാവണു, ബ്ലോക്സ് ഉണ്ടാവണു. അതൊക്കെ തീരാൻ പോണു. നിങ്ങൾക്ക് അത് ഉണ്ടായിട്ടും കുറേ റിഗ്രറ്റ്സ് ഉണ്ടാവും. അത് എൻ്റെ ലൈഫിൽ ഇത് എൻഡായിന്ന്, ഇത് നടന്നില്ല, ഇത് ശരിയായില്ല. പക്ഷേ യൂണിവേഴ്സ് പറയണത് എന്താ വെച്ചാൽ ഇപ്പോഴും നിങ്ങളുടെ ലൈഫിൽ കുറേ വേറെ ഓപ്പർച്യൂണിറ്റീസും ഉണ്ട്. അപ്പോൾ നിങ്ങളുടെ എനർജിയിൽ ഒരു ഇംബാലൻസ് കാണാണ്ട് എന്താ വെച്ചാൽ നിങ്ങളുടെ ലൈഫിൽ വലിയ ചേഞ്ചസ്, വലിയ മാറ്റങ്ങൾ ഉണ്ടാവാൻ പോകുന്നുണ്ട്. കുറേ ഷോക്കിങ്ങും ആവും ചിലതൊക്കെ. അപ്പോൾ ഇവിടെ ഒരു ലോയർ ഇല്ല വെച്ചാൽ ഡോക്ടറുടെ എനർജിയും കാണാണ്ട്, കൗൺസിലറുടെ എനർജിയും കാണാണ്ട്. ഇതെവിടെയോ നിങ്ങളുടെ ഒരു പാസ്റ്റ് സിറ്റുവേഷനെ കുറിച്ചാണ്. ഇല്ല വെച്ചാൽ ഈ പേഴ്സൺ, നിങ്ങൾക്ക് പ്രശ്നം ഇല്ല പേഴ്സൺ, അവർ എവിടെയോ നിങ്ങളുടെ പാസ്റ്റിനെ കണക്ട് ചെയ്യണ ഒരു പേഴ്സണാണ്. അപ്പോൾ ഇതാണ് നിങ്ങളുടെ ജൂലൈ മാസത്തിൻ്റെ മെസ്സേജസ്. നമ്മൾക്കിപ്പോൾ നിങ്ങളുടെ ഒറക്കിൾ കാർഡ്സ് എന്താ പറയണമെന്ന് നോക്കാം. ഞാൻ കാണുന്നത് ഇവിടെ കളർ ബ്ലൂ ആണ് വന്നിരിക്കണേ. വൈസ്, ഓണസ്റ്റ്, ട്രസ്റ്റ് വർതി, ഒബ്സർവൻറ്റ്. അപ്പോൾ യൂണിവേഴ്സ് പറയണത് എന്താ വെച്ചാൽ കളർ ബ്ലൂ നിങ്ങൾക്ക് വേണ്ടിയിട്ട് നല്ലതായിരിക്കും. ആൻഡ് നിങ്ങൾ ഓണസ്റ്റായിട്ട് മുമ്പോട്ടേക്ക് പോവുക. സീ ദ ഹ്യൂമർ. അപ്പോൾ കുറച്ചൊരു ലൈറ്റ് ഹാർട്ടഡ് എനർജി വെക്കാനും യൂണിവേഴ്സ് പറയണു. എല്ലാത്തിലും ഇത്ര സീരിയസ്ലി കാര്യങ്ങൾ എടുക്കേണ്ട ആവശ്യമില്ല. ഒബ്വിയസ്ലി എല്ലാവരുടെയും ലൈഫിൽ പ്രോബ്ലംസ് ഉണ്ടാവും, വലിയ വലിയ പ്രോബ്ലംസ് ഉണ്ടാവും. ബട്ട് നമ്മൾക്കിപ്പോൾ അതിന്ന് പുറത്ത് വരാൻ വേണ്ടിയിട്ട് നമ്മൾക്ക് ചില സമയത്ത് ഒരു ലൈറ്റ് ഹാർട്ടഡ് അപ്രോച്ച് വെക്കേണ്ടി വരും. അപ്പോഴാണ് നമ്മളുടെ പ്രോബ്ലംസൊക്കെ ചെറുതായി തോന്നുക. ഓക്കെ, അപ്പോൾ അതൊരു കോപ്പിംഗ് മെക്കാനിസമാണ്. അപ്പോൾ എന്തായാലും ഇതാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് റീഡിങ്. പൈസീസ്, ഇത് റെസൊനേറ്റ് ചെയ്ത് വെച്ചാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പേഴ്സണൽ റീഡിങ് നിങ്ങൾക്ക് വേണം വെച്ചാൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യാം. എൻ്റെ കോൺടാക്ട് ഡീറ്റെയിൽസ് സ്ക്രീനിലുണ്ട്. മെസ്സേജ് ചെയ്യുമ്പോൾ ഞാൻ പേയ്മെൻറ്റ് ഡീറ്റെയിൽസും അയച്ചു തരും. ഞാൻ തിരിച്ചു വരും വേറെ ഒരു റീഡിങ് കൊണ്ടുവന്നാൽ. അതുവരെ ടേക്ക് കെയർ.